പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് രാവിലെ കോളേജിൽ പോകുന്ന വഴിയിൽ ഒരു വലിയ മുഖമില്ലാത്ത റെഡ് കോട്ടിട്ടൊരു പോസ്റ്റർ കണ്ടിട്ട് ആകാംക്ഷ മൂത്തിട്ട് ഞാൻ ആദ്യം പോയി കണ്ട സിനിമയാണ് ആട് ഫസ്റ്റ്. ആട് ഫസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു. ഞാനും ഫ്രണ്ട്സും കൂടി പിന്നെയും ഒരു വട്ടവും കൂടി അത് പോയി കണ്ടിട്ടുണ്ടായിരുന്നു. ആട് സെക്കൻഡും ഞാൻ തിയേറ്ററിൽ തന്നെ കണ്ടതാണ് ഫസ്റ്റ് ഡേ. ആട് 3 ഫസ്റ്റ് ഡേ ഞാൻ ഉച്ചയ്ക്കത്തെ നോൺ ഷോയ്ക്ക് പോയി തൃപ്പൂണിത്തുറ സെൻട്രൽ തിയേറ്ററിൽ നിന്ന് കണ്ടിട്ട് വന്നിരിക്കുകയാണ്. കംപ്ലീറ്റ് എൻ്റർടൈനർ പാക്കേജാണ് നിങ്ങൾക്ക്. നിങ്ങളൊരു ഈ ഒരു ആടിൻ്റെ പോലത്തെ സിനിമകളുടെ ഒരു മൈൻഡ്ലെസ് കോമഡിയുടെ കാരിക്കേച്ചറിഷ് സ്വഭാവമുള്ള ക്യാരക്ടേഴ്സിൻ്റെ ആരാധകരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇതിൽ ഫസ്റ്റിലും സെക്കൻഡിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് ഒരു കഥ ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് നോക്കുന്നുണ്ട്. ആട് 3 പാർട്ട് 1 ആണ് ഇപ്പോൾ റിലീസായിരിക്കുന്നത്. ആട് 3 പാർട്ട് 2 റിലീസാവും. ഇത് നിങ്ങൾ ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, 3 കാലഘട്ടങ്ങളിലായിട്ട് നടക്കുന്ന സമയവും അതിനിടയിൽ നടക്കുന്ന ടൈം ട്രാവലും ഒക്കെയാണ് ഇത് മെൻഷൻ ചെയ്യുന്നത്. മിഥുൻ മാനുവൽ നല്ലപോലെ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗുണ്ട്. നമ്മൾ ആ കഥ ബിൽഡ് ചെയ്തെടുക്കാനുള്ളൊരു സമയം അതെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ബോറടിക്കും. കാരണം ചിരിയൊന്നും ചില സ്ഥലത്ത് ലാൻഡ് ആവുന്നില്ല എന്ന് നമുക്ക് തോന്നും. പക്ഷേ അതിനകത്ത് മന്ത്രവാദിയുടെ അടുത്ത് പോകുന്നൊരു സീനുണ്ട്. അത് ഭയങ്കര കയ്യടിയും ചിരിയായിരുന്നു. ഞാനൊരു ഫുൾ പാക്ഡ് ക്രൗഡിനിടയിലിരുന്നാണ് കണ്ടത്. അതും ചെറിയ കുട്ടികൾ തൊട്ട് നല്ല പ്രായമായ അമ്മച്ചിമാർ വരെ വന്നിരുന്ന് കാണുന്നുണ്ടായിരുന്നു. അവരെല്ലാം അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അതാണ് ആ എഴുത്തിൻ്റെയും ആ കഥാപാത്രങ്ങളുടെയും ലെഗസി എന്ന് പറയുന്നത്. അതായത് എല്ലാ ക്യാരക്ടേഴ്സിനും അതിൻ്റേതായ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. അത് ഷാൻ റഹ്മാൻ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. ഡോൺ വിൻസെൻ്റ് ആണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. സൗണ്ട് മിക്സിങ്ങും പ്രൊഡക്ഷൻ ക്വാളിറ്റിയും ക്യാമറ വർക്കും സെറ്റ് ഇട്ടിരിക്കുന്നതായാലും എന്തായാലും എല്ലാം നല്ല ബെസ്റ്റ് ക്വാളിറ്റിയിൽ അത് അച്ചീവ് ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ക്യാരക്ടർ ആട് ഫ്രാഞ്ചൈസിൽ ഡൂഡാണ്. ഡൂഡ് ഇതിനകത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും കഥയ്ക്കുണ്ടാകുന്നൊരു മാറ്റവും ഒരു പേസ് ഉണ്ട്, ഒരു കോമഡി മാറുന്നൊരു തലമുണ്ട്. അത് ഭയങ്കരമായിട്ട് നമുക്ക് എൻജോയ് ആവും. അതേപോലെ തന്നെ സണ്ണി വെയിനിന് സാധാരണ കിട്ടുന്നതിനേക്കാളും കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടിയിട്ടുണ്ട്. ധർമ്മജനുണ്ട്, സൈജു കുറുപ്പുണ്ട്, ഇവരെല്ലാം ചെയ്യുന്ന പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ജയസൂര്യ ഓബ്വിയസ്ലി പുള്ളിക്ക് ഭയങ്കര കോമഡി ടൈമിംഗ് ആണ്. അത് പുള്ളി നല്ലപോലെ ചെയ്തിട്ടുണ്ട്. ഷമീർ ആയാലും അതെ, ആശാനായാലും അതെ, എല്ലാവരും അവർക്ക് വേണ്ടൊരു സ്പേസ് ഉണ്ട്. അത് ഈ 3 കാലഘട്ടത്തിലും ഇവർ വരുന്നുണ്ട്. ഇതിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റിംഗ് ആണ്. നിങ്ങളെല്ലാവരും ഈ ഒരു ഫ്രാഞ്ചൈസിയുടെയും ഇതുപോലത്തെ സിനിമകളുടെയും ആരാധകരാണെങ്കിൽ ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ചിരി വരുന്നൊരു ഒരു ഒരു പോർഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി തിയേറ്ററിൽ വേർത്ത് വാച്ചാണ് ഈ സിനിമ. അപ്പോൾ അതാണ് എൻ്റെ ആടിനെ പറ്റിയുള്ള റിവ്യൂ. ഹാവ് യു ബീൻ ഹിയർ? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദയവായി ചാനൽ ഷെയർ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.